കന്യാകുമാരി ജില്ലയിലെ തക്കലയിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ വേളിമലയിലെത്തും. ഇടറോഡിൽ നിന്നും വിട്ട് കല്ലുകൾ നിറഞ്ഞ ചെങ്കുത്തായ സ്ഥലം. ഒരു മണിക്കൂർ നടന്നാലേ വേളിമലയിലെ കയ്യാലക്കുഴി ഗ്രാമ്പൂ തോട്ടത്തിൽ എത്താൻ കഴിയും. ഇവിടെ 5 ചതുരശ്ര മൈൽ ചുറ്റളവിൽ ഗ്രാമ്പൂ കൃഷിയുള്ളതായിട്ടാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. 8 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഇവിടുത്തെ ഗ്രാമ്പൂ കൃഷിക്ക്. കേരള കൃഷിവകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ജെയിംസിന്റെ കുടുംബ വകയാണ് 50 ഏക്കർ ഗ്രാമ്പൂ തോട്ടം. മുത്തച്ഛൻ ആന്റണിയും പിതാവ് മൈക്കിളുമാണ് ഈ തോട്ടം രൂപപ്പെടുത്തിയെടുത്തത്. ഉരുളൻ പാറക്കല്ലുകൊണ്ട് നിലം തട്ടുകളാക്കി മണ്ണൊലിക്കാതെയും വെള്ളം കുത്തിയൊലിച്ചു പോകാതെയും കോണ്ടൂർ രീതിയിലാണ് തട്ടുകൾ എടുത്തത്. ആദ്യം മരച്ചീനിയും അത് കഴിഞ്ഞ് റബ്ബറും പരീക്ഷിച്ചെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവത്താൽ കൃഷി വിജയിച്ചില്ല. തുടർന്നാണ് ഗ്രാമ്പൂ കൃഷി തുടങ്ങിയത്. പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളുടെ താഴ്വാരമാണ് ഈ പ്രദേശം. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയാണ് 3500 അടിയോളം ഉയരമുള്ള ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ കന്നിമണ്ണിൽ 10-50 വർഷമായി ഗ്രാമ്പു, നല്ലമുളക്, കൊക്കോ, ജാതി തുടങ്ങിയ അനേകം വൃക്ഷങ്ങൾ നട്ടുവളർത്തുകയും പ്രധാനമായും ഗ്രാമ്പു കൃഷിയിൽ മുഖ്യമായും കേന്ദ്രീകരിച്ച് വിള നടത്തുകയാണ് ശ്രീ ജെയിംസ് എന്ന കർഷകൻ. അദ്ദേഹത്തെ നമുക്ക് ഇന്ന് ഈ കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. എത്ര വർഷമായി ഉദ്ദേശം ഈ ഫാം തുടങ്ങിയിട്ട്? ഈ ഫാം തുടങ്ങിയിട്ട് 45 വർഷത്തേക്ക് മേലാകുന്നു. ഫസ്റ്റിൽ തുടങ്ങിയത് ഒരു 50 വർഷം വരും. ഫസ്റ്റിൽ ഇതെല്ലാം இந்த മരം 50 വർഷം പ്രായം ചെന്ന മരമാണ്, ഗ്രാമ്പു മരമാണ്. ഈ ഗ്രാമ്പു ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ ബ്രദറാണ്, ചേട്ടനാണ് കൊണ്ടുവന്ന് നട്ടത്. ഈ ഗ്രാമ്പു നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത്? സർ, ഗ്രാമ്പുക്ക് ഏറ്റവും പ്രധാനം കൂളായുള്ള ടെമ്പറേച്ചർ വേണം. അറ്റ്ലീസ്റ്റ് നൈറ്റെങ്കിലും കൂളായിരിക്കണം. പിന്നെ ഡേയും നൈറ്റും കൂളായിരുന്നാൽ നല്ല ഈൽഡായിരിക്കണം. പിന്നെ വെർജിൻ സോയിലായിരിക്കണം. ഹ്യൂമിഡ് കണ്ടൻറ്റ് കൂടുതൽ വേണം സോയിലിൽ. തേർഡ്, നല്ല ഡ്രൈനേജ് വേണം. ഫോർത്ത്, മണ്ണ് നല്ല ആഴമുള്ള മണ്ണായിരിക്കണം. റോക്ക് കണ്ടൻറ്റ് വളരെ കുറവായിരിക്കണം. ഇതിൽ പാറ അല്പം കൂടുതലാണ്. ഇരുന്നാലും ഞങ്ങളൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നല്ല ഹെൽത്തി ട്രീ ആയിട്ട് ഇരിക്കുന്നു. മാറാമല, കരിമ്പാറ, അശംഭുമല, ഇഞ്ചിക്കടവ് മല, റോക്ക്വുഡ് മല എന്നിവയുൾപ്പെടുന്ന പശ്ചിമഘട്ടം. ഈ മലകൾക്ക് സമുദ്രനിരപ്പിൽ നിന്നും 3500 അടിയിലേറെ ഉയരമുണ്ട്. പ്രകൃതി സൗന്ദര്യവും സുഖശീതള കാലാവസ്ഥയും അനുഭവപ്പെടുന്ന ആർദ്രതയുള്ള ഈ മലയിൽ മുട്ടിടുന്ന ഗ്രാമ്പൂവിന് ഗുണമേന്മയിൽ 1ാം സ്ഥാനവുമുണ്ട്. ഗ്രാമ്പൂ ചെടികളുടെ ജന്മദേശം സുഗന്ധദ്വീപായ മലാക്കയാണ്. മിർട്ടേസിയ സസ്യകുലത്തിൽപ്പെടുന്ന സൈസിജിയം അരോമാറ്റിക്കം എന്നാണ് ഗ്രാമ്പൂവിന്റെ ശാസ്ത്രനാമം. ക്ലോവ് എന്ന ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഇതിന് കരയാമ്പൂ എന്നും വിളിപ്പേരുണ്ട്. അന്തരീക്ഷാർദ്രതയുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഗ്രാമ്പൂവിന് യോജിച്ചത്.
സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ ഇവ വളരും. വർഷം 150-200 സെന്റിമീറ്റർ മഴയും ലഭിക്കണം. നല്ല വളവും ആഴവും നീർവാഴ്ചയുള്ളതുമായ എക്കൽ മണ്ണാണ് യോജിച്ചത്. തൈ നട്ട് 1 വർഷക്കാലം നല്ല തണൽ വേണം. അധിക തണലുണ്ടായാൽ പുഷ്പിക്കാൻ താമസിക്കും. അതുകൊണ്ട് തന്നെ തെങ്ങ്, കമുക്, കൊക്കോ എന്നിവയ്ക്ക് ഇടവിളയായി ഗ്രാമ്പു കൃഷി ചെയ്യാം. ഐഡിയൽ രീതി എന്ന് പറയുന്നത് നല്ല നമ്മൾ സോയിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ 1 മീറ്റർ ഡയമെൻഷൻ, 1 മീറ്റർ വീതി, 1 മീറ്റർ അകലം, 1 മീറ്റർ ചതുര, 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് കല്ല് മണ്ണെല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ട് ടോപ്പ് സോയിൽ എടുത്ത് മണ്ണിൻ്റെ മുകളിലുള്ള മണ്ണെടുത്ത് അതിൽ വേപ്പം പുണ്ണാക്ക്, എല്ലുപൊടി, ചാണകം, ബയോ ഫെർട്ടിലൈസർ ഇത് 3 മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കും. അത് ഫില്ല് ചെയ്തിട്ട് 1 ഇയർ പ്രായം ചെന്ന തൈ നമ്മൾ നട്ടുവെച്ചാൽ 3ാമത് കൊല്ലം, ആൾറെഡി 1 കൊല്ലം പ്രായം ചെന്ന തൈയാണ് പാക്കറ്റിൽ ഉണ്ടാക്കി അതാണ് നമ്മൾ നടുന്നത്. 3ാമത് കൊല്ലം ആവുമ്പോൾ ഇത് ചെറിയ 1-2 ബഡ് പൂക്കാൻ തുടങ്ങും. 1-2 ബ്രാഞ്ചിൽ 3rd ഇയറിൽ വരാം. ഇത് നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാർഡൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ 5 വർഷമാവും. എക്കണോമിക് ഈൽഡ് വരണമെങ്കിൽ 7th ഇയറിൽ എക്കണോമിക് ഈൽഡ്, ആദായകരമായ ഈൽഡ് കിട്ടും. ഗ്രാമ്പുവിന്റെ മികച്ച ഇനങ്ങൾ പെനാങ് ഗ്രാമ്പു, സാൻസിബാർ, മഡഗാസ്കർ എന്നിവയാണ്. വിളഞ്ഞ് പാകമായ വിത്തുകൾ 2 ദിവസം വെള്ളത്തിലിട്ട് കുതിർന്ന ശേഷമാണ് തവാരണകളിൽ പാകി കിളിർപ്പിക്കുന്നത്. 3 ആഴ്ച കഴിഞ്ഞ് മുളയ്ക്കുന്ന വിത്ത് 4 മാസം കഴിഞ്ഞ് പറിച്ച് തയ്യാക്കി 9 മാസം മുതൽ 2 വർഷങ്ങൾക്കകം നടാം. മഴക്കാലാരംഭമാണ് തൈകൾ നടേണ്ടത്. കുഴികൾ തമ്മിൽ 6 മീറ്റർ അകലത്തിലും 60 സെന്റിമീറ്റർ ചതുരത്തിലും ആഴത്തിലും കുഴിയെടുത്ത് മേൽമണ്ണും ചാണകപ്പൊടിയും ചേർത്ത് നിറച്ച് മുൻകൂട്ടി തയ്യാറാക്കണം. അധിക വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല മഴ ലഭിച്ചില്ലെങ്കിൽ നന മുടങ്ങാതെ നടത്തണം. മലയിടുക്കിൽ നിന്നും വർഷം മുഴുവൻ ഒലിച്ചിറങ്ങുന്ന വെള്ളം ഗ്രാമ്പൂ കൃഷിക്ക് അനുഗ്രഹമാണ്. ജൈവ കൃഷിയിൽ അധിഷ്ഠിതമാണ് ഇവിടുത്തെ ഗ്രാമ്പൂ കൃഷി. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, രാജ്ഫോസ് എന്നിവയാണ് വളമായി ചേർക്കുന്നത്. ചെടിയുടെ വലിപ്പവും പ്രായവും അനുസരിച്ച് ആണ്ടിൽ 2 തവണ മഴയ്ക്ക് മുൻപും പിൻപും നൽകും. വളം മുടങ്ങാതെ നൽകിയാലേ ഗ്രാമ്പൂവിൽ നിന്ന് ആദായം ലഭിക്കൂ. തോട്ടത്തിൽ കള കയറാതെ ശ്രദ്ധിക്കണം. മരത്തിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഇലകളെ കായ് പറിക്കുന്നതിന് മുൻപേ മാറ്റിയാലേ കായ്കൾ അടർത്തിയെടുക്കുമ്പോൾ താഴെ വീഴുന്നവയെ പെറുക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. 5 വർഷമാകുമ്പോൾ ഗ്രാമ്പൂ തൈകൾ ചുവന്നു തുടങ്ങും. ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ് ഇലകൾ തളിരിടുന്നത്. ഇലകൾ മുറ്റിയാൽ ശിഖരങ്ങളുടെ അഗ്രഭാഗങ്ങളിൽ കുലകുലകളായി മൊട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഒരു കുലയിൽ 20 മുതൽ 30 വരെ മൊട്ടുകൾ ഉണ്ടാകും. ഇതിലുള്ള ഒരു മൊട്ട് വിടരുമ്പോൾ കുലയോടെ പറിച്ചെടുക്കാം. ഇതാണ് അഭികാമ്യമായത്. സാധാരണ ഗ്രാമ്പൂ തൈ നട്ട് 3 വർഷം കഴിയുമ്പോൾ പൂക്കും എന്ന് പറഞ്ഞു. ആ പൂത്തതിന് ശേഷം എന്തൊക്കെയാണ് പരിചരണം? പൂത്ത് ഒരു മിൽക്കി കളറാവുമ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഓരോ ബഞ്ചിൽ നുള്ളി എടുക്കണം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതാ ബ്രാഞ്ചിലിരിക്കുകയല്ലേ, അതിൽ മെയിനായിട്ട് ഇതിൽ കണ്ട ഒരു ഫ്ലവറാണ്. അതിൽ ഒരു ഫ്ലവർ വിരിയാൻ തുടങ്ങി, ഇതാ കണ്ടില്ലേ. അപ്പോൾ മറ്റുള്ളതെല്ലാം പാകമായി. ഇതാണ് ബെസ്റ്റ് പരുവം. ഇതിൽ പറിച്ചാൽ നല്ല വെയിറ്റും ഗുണവും ഫ്ലേവറും ഇതിൽ തന്നെ ഉണ്ടാവും. ഓയിൽ കണ്ടൻറ്റും ഇതിലാണ് കൂടുതൽ.
ഇതെന്ന് വെച്ചാൽ അടുത്തത് ഇതിൽ ഒരു ഫ്ലവർ പോലും വിരിഞ്ഞില്ല. അതുകൊണ്ട് ഇത് അല്പം എന്നെ ഒരാഴ്ചയല്ല ഒരു 3 days കഴിയുമ്പോൾ ഇത് പാകമാവും. ഇത് ഇതാ ഈ ബഡ് ഈ ചുവപ്പായി 2 ദിവസത്തിന് വിരിഞ്ഞ് പോകും, പൊട്ടി ഇങ്ങനെ വിരിയും. ആ പരുവത്തിലാണ്. ഇതാണ് ബെസ്റ്റ് പരുവം പറിക്കാൻ. കൂടുതൽ മുട്ടുകൾ വിടരാൻ അനുവദിച്ചാൽ ഗ്രാമ്പൂവിന്റെ ഗുണം നഷ്ടപ്പെടും. വർഷത്തിൽ ഒരു തവണയെ വിളവെടുക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അപൂർവമായി ചില മരങ്ങളിൽ കാലം തെറ്റിയും വിളവ് ലഭിക്കും. 100-ൽ പരം വർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു മരത്തിൽ നിന്ന് ശരാശരി 100 മുതൽ 125 കിലോ വരെ പച്ചമുട്ടും അവ ഉണക്കിയെടുക്കുമ്പോൾ 30-40 കിലോ ഉണങ്ങിയ ഗ്രാമ്പൂവും കിട്ടും. ഗ്രാമ്പൂ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ പ്രവൃത്തിയാണ് വിളവെടുക്കൽ. യഥാസമയം തൊഴിലാളികളെ കിട്ടാതെ വന്നാൽ നഷ്ടം സംഭവിക്കും. മൊട്ട് പച്ചയിൽ നിന്നും പിങ്ക് നിറമാകുമ്പോൾ ശേഖരിക്കാൻ തുടങ്ങണം. ഗ്രാമ്പൂ മരങ്ങൾ ഒരേ സമയം മുട്ടിടുന്നതിനാൽ കഴിവതും വേഗം വിളവെടുപ്പ് നടത്തണം. അതിന് ധാരാളം തൊഴിലാളികളുടെ സേവനം ആവശ്യമാണ്. ഓരോ മരങ്ങളിലും 2-3 ആൾക്കാർ കയറി അരയിൽ ബന്ധിപ്പിച്ച ചാക്കുകളിൽ കുലകളെ മുഴുവനായും പറിച്ചാണ് ശേഖരിക്കുന്നത്. ശേഖരിക്കുന്ന മുട്ടുകൾ അതത് മരത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടാണ് അടുത്ത മരത്തിൽ കയറുന്നത്. അതിരാവിലെ തുടങ്ങുന്ന പണി 3 മണിയോടെ അവസാനിക്കും. ശേഖരിച്ച ഗ്രാമ്പൂ മുട്ടുകൾ വലിയ ചാക്കുകളിലാക്കി തലച്ചുവടായി മലയിൽ നിന്നും ഇറക്കി ഉണക്കി വാഹനങ്ങളിൽ കൊണ്ടുപോകും. വൃത്തിയുള്ള തറയിൽ കൂട്ടിയിടുന്നവയെ സ്ത്രീകൾ ചുറ്റുമിരുന്ന് മുട്ടുകളെ ഓരോന്നായി വേർതിരിച്ചെടുക്കും. ഒപ്പം ഇതിലുള്ള ഞെട്ടും ഇലകളും പ്രത്യേകമായിട്ടും വേർതിരിക്കും. ഗ്രാമ്പൂ ഞെട്ടും ഗ്രാമ്പൂവും ഇലകളും പ്രത്യേകമാക്കി ഉണക്കിയെടുക്കും. വേർതിരിച്ച ഗ്രാമ്പൂ വൃത്തിയാക്കിയ സിമന്റ് ടെറസിൽ കനം കുറച്ച് വിതറി ഇടയ്ക്കിടെ ഇളക്കി 3 ദിവസം വെയിൽ കൊള്ളിച്ചു ഉണക്കി. ഇളം ചുവപ്പ് കലർന്ന നിറമാണ് 1-ാം തരം ഗ്രാമ്പൂവിനുള്ളത്. ഉണക്ക് കുറഞ്ഞാൽ ഗ്രാമ്പൂ ചുളുങ്ങുകയും നിറം മങ്ങുകയും ചെയ്യും. അധികം ഉണങ്ങിയാൽ ഇതിലുള്ള എണ്ണയുടെ അംശവും കുറയും. ആണിയുടെ ആകൃതിയും രൂക്ഷഗന്ധവുമുള്ള ഗ്രാമ്പൂവിന്റെ മേന്മ പ്രസിദ്ധമാണ്. ഗ്രാമ്പൂവിന്റെ ഇലകൾക്കും തണ്ടിനുമെല്ലാം ഈ ഗന്ധമുണ്ടാകും. നല്ല ഗ്രാമ്പൂ വിരൽ കൊണ്ട് ശക്തിയായി ഞെരിച്ചാൽ അതിൽ നിന്നും എണ്ണയുടെ അംശം പുറത്തുവരും. പാകപ്പെടുത്തി ഉണക്കിയ ഗ്രാമ്പൂ വൃത്തിയുള്ള ചാക്കുകളിലാക്കി 50 കിലോ വീതം കെട്ടി ഈർപ്പം തട്ടാതെ സൂക്ഷിച്ചു വെക്കുന്നു. പൂവിൽ നിന്നും വേർപെടുത്തിയ ഉണങ്ങിയ ഞെട്ടിന് കിലോയ്ക്ക് 80 രൂപയും ഇലകൾക്ക് 18 രൂപയും വില കിട്ടും. പുരാതന കാലം മുതൽ തന്നെ ഔഷധത്തിനായി ധാരാളം ഗ്രാമ്പൂ ഉപയോഗിച്ചിരുന്നു. ഇതിലെ എണ്ണയുടെ അംശമാണ് ഔഷധ ഗുണം നൽകുന്നത്. മരുന്നുകൾക്ക് സ്വാദ് വർദ്ധിപ്പിക്കുന്നു. ടൂത്ത് പേസ്റ്റ്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ആഹാര സാധനങ്ങൾക്ക് സ്വാദ് കൂട്ടുവാനും ഇത് ഉപയോഗിക്കുന്നു. കേരളത്തിൽ നന്നായി വളരുന്ന ഗ്രാമ്പൂ ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നു. പണ്ട് മുതലേ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നായി തീർന്നിട്ടുണ്ടെങ്കിലും ഗ്രാമ്പൂ ഉൽപാദനത്തിന്റെ വികസനത്തിനുള്ള സകല സാധ്യതകളുമുണ്ടായിട്ടും ഈ വഴിക്ക് നാം വേണ്ടത്ര മുന്നേറിയിട്ടില്ല. വിരശല്യം, പല്ലുവേദന, തൊണ്ടവേദന, കഫക്കെട്ട്, ജലദോഷം, കോളറ മുതലായവയ്ക്കെല്ലാം ഉത്തമ ഔഷധമാണ് ഗ്രാമ്പൂ. മറ്റു വൃക്ഷങ്ങളോടൊപ്പം നമ്മുടെ വളപ്പിൽ 1-2 ഗ്രാമ്പൂ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ പറമ്പിൽ നിന്നും കിട്ടുന്ന മറ്റു വിളകളുടെ ആദായത്തെക്കാൾ മെച്ചപ്പെട്ട ആദായം ഗ്രാമ്പൂ കർഷകന് ഉറപ്പു നൽകും. pond5.com
Pod5.com. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अपनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കീടങ്ങളകറ്റാൻ രക്ഷ. റബ്ബർ ഷീറ്റ് സംസ്കരണത്തിൽ പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പടന്നക്കാട് കാർഷിക കോളേജിൽ സസ്യ സംരക്ഷണത്തിന്റെ രക്ഷ എന്ന ജൈവ കീടനാശിനി വികസിപ്പിച്ചു. വേപ്പെണ്ണ, വെളുത്തുള്ളി, സോപ്പ് മിശ്രിതമാണ് ഇത്. ഈ റെഡി ടു യൂസ് മിശ്രിതം 0.6% വീര്യത്തിൽ ഫലപ്രദമാണ്. 20 രൂപയുള്ള കുഴമ്പ് രൂപത്തിലുള്ള 30 ഗ്രാമിന്റെ പാക്കറ്റിൽ നിന്ന് 5 ലിറ്റർ വെളുത്തുള്ളി മിശ്രിതം നിർമ്മിക്കാം. 6 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ഈ മിശ്രിതം ചെടികൾക്ക് തളിക്കാനും മണ്ണിൽ ഒഴിച്ചു കൊടുക്കാനും ഉപയോഗിക്കാം. 10 മാസം വരെയാണ് സൂക്ഷിപ്പുകാലം. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ മുഞ്ഞ, മണ്ടരി, മീലിമൂട്ട, ഇലപ്പേൻ എന്നിവയ്ക്കും ഇലതീനി പുഴുക്കൾക്കും വണ്ടുകൾക്കും ഇത് വളരെ ഫലപ്രദമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9446780951 എന്ന നമ്പറിൽ വിളിക്കുക. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ സ്വന്തം ഇന്റഗ്രേഷൻ ഫാമുകളിൽ വളർത്തിയെടുക്കുന്ന ഇറച്ചിക്കോഴികളെ ജീവനോടെ വിൽക്കുന്നു. പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലായിരിക്കും വിൽപ്പന. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9495000915. റബ്ബർ ഷീറ്റ് സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ പാൽ സംഭരണം, ഷീറ്റ് നിർമ്മാണം, പുകപ്പുരകൾ, ഗ്രേഡിംഗ് സംബന്ധിച്ച് ഗ്രീൻ ബുക്ക് നിബന്ധനകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 7-8 തീയതികളിൽ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കും. കർഷകർ, വ്യാപാരികൾ, റബ്ബർ പാൽ സംസ്കരണം നടത്തുന്നവർ, ഷീറ്റ് നിർമ്മാതാക്കൾ, ഉൽപ്പന്ന നിർമ്മാതാക്കൾ തുടങ്ങിയവർക്ക് പരിശീലനം പ്രയോജനപ്പെടും. പരിശീലന മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481-235-3325. മറ്റൊരു നമ്പർ 0481-235-3327. തിരുനന കൃഷിക്ക് ആവശ്യമായ ഗ്ലാസ് ഊൾ തിരി കോഴിക്കോട് CWRDM നടപ്പിലാക്കിയ നൈപുണ്യ വികസന പ്രോജക്ടിന്റെ കീഴിൽ പരിശീലനം നൽകിയ യുവാക്കൾ നിർമ്മിച്ചു നൽകുന്നു. തിരി ആവശ്യമുള്ളവർ കോഴിക്കോട് CWRDMുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0495-235-1840. കേരള കാർഷിക സർവകലാശാല പുതുതായി വികസിപ്പിച്ചെടുത്ത അമൃതം, ഹരിതം, കുടംപുളി ഇനങ്ങളുടെ ഗ്രാഫ്റ്റ് തൈകൾ ജൂൺ മാസം മുതൽ കുമരകം പ്രാദേശിക കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. ഗ്രാഫ്റ്റ് ഒന്നിന് 100 രൂപയാണ് വില. വിശദ വിവരങ്ങൾക്ക് 0481-252-4821 എന്ന നമ്പറിൽ വിളിക്കുക.
ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 7,800 രൂപ, കോഴിക്കോട് 8,500 രൂപ, തൃശൂരിൽ 7,700 രൂപ. കൊപ്ര കൊച്ചിയിൽ 5,340 രൂപ, കോഴിക്കോട് 5,450 രൂപ, തൃശൂരിൽ 5,340 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 65,300 രൂപ, ഗാർബിൾഡ് 68,300 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ സേലത്ത് 10,200 രൂപ, ഈറോഡിൽ 10,900 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 11,600 രൂപ, 4ാം ഗ്രേഡ് 11,750 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 11,600 രൂപ, 4ാം ഗ്രേഡ് 11,800 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 7,800 രൂപ, കൊപ്ര 5,340 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 65,300 രൂപ, ഗാർബിൾഡ് 68,300 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ നാടൻ 12,000 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,200-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 170-നും 200-നും മധ്യേ. തൊണ്ടില്ലാത്തത് 350-നും 390-നും മധ്യേ. ജാതിപത്രി 590-നും 925-നും മധ്യേ. ഗ്രാമ്പു 770 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,600 രൂപ, 4ാം ഗ്രേഡ് 11,750 രൂപ. ഒട്ടുപാൽ 8,400 രൂപ, ലാറ്റക്സ് 8,300 രൂപ. കമ്പോള അവലോകനം. വരൾച്ച ശക്തമായതോടെ ഏലക്കാത്തോട്ടങ്ങളിൽ നിന്ന് പിന്മാറാൻ ഉൽപ്പാദകർ നിർബന്ധിതരായി. ഡൽഹിയിൽ നിന്നും രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഏലത്തിന് ഡിമാൻഡ് ഉയർന്നു. ഇടുക്കിയിൽ നടന്ന ലേലത്തിൽ ഏലക്ക കിലോ 1,118 രൂപയായി ഉയർന്നു. 2016 ഏലത്തിന് കേരളത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വിലയാണ് ഇത്. ശരാശരി ഇനങ്ങൾ 648 രൂപയിൽ കൈമാറി. കുരുമുളക് വില വീണ്ടും വർദ്ധിച്ചു. ആഭ്യന്തര ഡിമാൻഡിന്റെ പിൻബലത്തിൽ കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 68,300 രൂപയായി. ഉൽപാദന മേഖലകളിലും ടെർമിനൽ മാർക്കറ്റിലും ലഭ്യത കുറഞ്ഞത് വാങ്ങൽ താൽപര്യം ശക്തമാക്കി. അതേസമയം വിദേശ അന്വേഷണങ്ങൾ ചുരുങ്ങിയതിനാൽ കയറ്റുമതിക്കാർ സജീവമല്ല. ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികളും റബ്ബറിൽ പിടിമുറുക്കി. അവധി നിരക്കുകൾ കിലോ 124 രൂപ വരെ കയറിയത് ടയർ കമ്പനികൾ 4ാം ഗ്രേഡിന്റെ വില 118 രൂപയാക്കി ഉയർത്തി. പുതിയ ഷീറ്റ് വരവിനായി ഇനിയും 2 മാസം കാത്തിരിക്കണം. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 37.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 37.2 27. കൊച്ചി 35.2 27.2. ആലപ്പുഴ 36.7 29.2. പുനലൂർ 37.5 24. തിരുവനന്തപുരം കൂടിയ താപനില 35.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.